നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരുകന്റെ 6 പടൈവീട് ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ പടൈവീടായി കരുതുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് തിരുപ്പറംകുന്றம் സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തമിഴ്നാട്ടിലെ മധുരയിൽ തിരുപ്പറംകുന്றம் എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂര്യപത്മാസുരനെ സംഹരിച്ച ശേഷം മുരുകൻ ഇന്ദ്രന്റെ മകളായ ദേവസേനയെ വിവാഹം കഴിച്ച ക്ഷേത്രമാണിതെന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. തിരുവണ്ണാമലയിൽ മഹാദേവൻ എങ്ങനെയാണോ ജ്യോതി സ്വരൂപത്തിൽ അരുണാചല പർവ്വതമായി ദർശനം നൽകിയത്, അതുപോലെ ഇവിടെ മഹാദേവൻ കുന്നായി ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. ഒരിക്കൽ ശിവസ്ഥലമായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് എങ്ങനെയാണ് മുരുകക്ഷേത്രമായി മാറിയതെന്നും, അതുപോലെ മുരുകന്റെ 6 പടൈവീടുകളിൽ എങ്ങനെയാണ് തിരുപ്പറംകുന്றம் ആദ്യത്തെ പടൈവീടായി മാറിയതെന്നും ഉൾപ്പെടെ ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുജ്ഞാന സംബന്ധർ തിരുപ്പറംകുன்றത്തെക്കുറിച്ച് മനോഹരമായി വിവരിച്ചത് ഇപ്രകാരമാണ്: ആരാണോ തിരുപ്പറംകുന്றம் മലയെ പ്രദക്ഷിണം വന്ന് ആരാധന നടത്തുന്നത്, അവർക്ക് ജീവിതത്തിൽ എല്ലാ സുഖ സന്തോഷങ്ങളും ലഭിക്കും. യാതൊരു ദുഃഖവുമില്ലാത്ത ജീവിതം എപ്പോഴും സ്വപ്നം മാത്രമാണ്. എന്നാൽ അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാകും എന്നാണ് ജ്ഞാനസംബന്ധർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഭൂമിയിലെ സന്തോഷങ്ങളെല്ലാം അനുഭവിച്ച ശേഷം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ യമഭയമില്ലാതെ ശിവസായുജ്യമടയാൻ സാധിക്കുമെന്നാണ് ജ്ഞാനസംബന്ധർ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥലത്തിന് തിരുപ്പറംകുന്றம் എന്ന് പേര് വന്നതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. പരം എന്നാൽ പരംപൊരുളായ പരമേശ്വരനെയും കുന്றம் എന്നാൽ കുന്നിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാനോടുള്ള ആദര സൂചകമായി തിരുപ്പറംകുന്றம் എന്ന് പേര് വന്നുവത്രേ. മറ്റൊരു കാരണം, ഏറെ വർഷങ്ങൾക്ക് മുൻപ് തിരുപ്പറംകുന്றம் ക്ഷേത്രത്തിന്റെ പിറകുവശത്തെ തെൻപറംകുன்றത്തിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു മുരുകനെ ആരാധിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ ക്ഷേത്രം ശിഥിലമടഞ്ഞപ്പോൾ മാറ്റി നിർമ്മിക്കുകയായിരുന്നു. അതിനാൽ തിരുപ്പിയ പറംകുன்றമാണ് പിന്നീട് തിരുപ്പറംകുன்றമായി മാറിയതെന്നും പറയുന്നു. അരുണഗിരിനാഥർ തിരുപ്പുകളിൽ ഈ ക്ഷേത്രത്തെ തെൻപറംകുന്றம் എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ മലയുടെ ഒരു വശത്തു നിന്ന് നോക്കിയാൽ ശിവലിംഗത്തെ പോലെ തോന്നിക്കുമെന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് ഇതൊരു ശിവസ്ഥലമായിരുന്നു. ഒരിക്കൽ ഇതൊരു ശിവസ്ഥലമായിരുന്നു എന്നാണ് ഐതിഹ്യം. മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി പാപം തീർക്കുന്നതിനായി തിരുപ്പറംകുன்றത്തെത്തി ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം. മഹിഷാസുരൻ ക്രൂരനായിരുന്നുവെങ്കിലും ജീവൻ എടുക്കുക എന്നത് ഒരു പാപകർമ്മമായി കരുതിയത് കൊണ്ടാണ് ദുർഗാദേവി പാപപരിഹാരത്തിനായി ശിവനെ തപസ് ചെയ്തത്. ദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ദേവിക്ക് ദർശനം നൽകുകയായിരുന്നു. അതിനാൽ ഭഗവാനെ ഇവിടെ പറംകുன்றനാഥൻ, പറങ്കിരിനാഥൻ, സത്യഗിരീശ്വരൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. ദേവിയെ ആവുടേ നായകി എന്നാണ് അറിയപ്പെടുന്നത്. ദുർഗാദേവി പ്രതിഷ്ഠിച്ച് ആരാധിച്ച ലിംഗം ദേവിലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മലയുടെ മുകളിലായി കാശി വിശ്വനാഥർക്ക് ഒരു ക്ഷേത്രമുണ്ട്. മുരുകൻ ബാലമുരുകനായാണ് ആദ്യം തിരുപ്പറംകുന്றம் വരുന്നതെന്നാണ് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാദേവൻ പാർവതീദേവിക്ക് പ്രണവമന്ത്ര പൊരുൾ ഉപദേശിച്ചു കൊടുക്കവേ പാർവതീദേവിയുടെ മടിയിലിരുന്ന ബാലനായ മുരുകൻ ഇത് കേൾക്കാനിടയായി.
ഒരു ഉപദേശത്തോടെ അല്ലാതെ മന്ത്രം ശ്രവിച്ചത് ശരിയായ രീതിയല്ല എന്ന് മനസ്സിലാക്കിയ മുരുകൻ തനിക്ക് പറ്റിയ തെറ്റിന് പാപപരിഹാരം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ശിവനോട് ചോദിച്ചു. പാർവതീദേവി തപസ്സനുഷ്ഠിച്ച് പാപവിമോചനം നേടിയ തിരുപ്പുറം കുன்றത്തിൽ തന്നെ തപസ്സനുഷ്ഠിക്കാൻ ശിവൻ മുരുകനെ ഉപദേശിച്ചു. അപ്രകാരം മുരുകൻ ഇവിടെ എത്തി ശിവനെ തപസ് ചെയ്തു. അങ്ങനെ മുരുകന്റെ തപസ് പൂർത്തിയായപ്പോൾ ശിവൻ മുരുകന് ദർശനം നൽകിയ സ്ഥലമാണ് തിരുപ്പറം കുன்றம். മുരുകന് ദർശനം നൽകിയ ശിവൻ ആദി സ്വക്കനാഥരായി തിരുപ്പറം കുன்றம் ക്ഷേത്രത്തിന്റെ എതിർവശത്തായി കുടികൊള്ളുന്നു. തിരുപ്പറം കുன்றம் ക്ഷേത്രത്തിന്റെ രാജഗോപുരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഏകദേശം 100 മീറ്റർ ദൂരെയായി വലതുവശത്ത് ആദി സ്വക്കനാഥർക്ക് ക്ഷേത്രമുണ്ട്. തിരുപ്പറം കുன்றம் വരുന്നവർ ആദ്യം ആദി സ്വക്കനാഥരെ ദർശിച്ച ശേഷമാണ് മുരുകനെ ദർശിക്കേണ്ടതെന്നാണ് ഐതിഹ്യം. പിന്നീട് ശൂരപത്മാസുരനെ സംഹരിക്കുന്നതിനായി ദേവസേനാധിപതിയായി സൈന്യത്തോടൊപ്പം തങ്ങിയതും ഇവിടെയാണ്. അതിനുശേഷം ഇന്ദ്രന്റെ പുത്രിയായ ദേവസേനയെ വിവാഹം കഴിച്ചതും ഇതേ തിരുപ്പറം കുன்றம் തന്നെയാണെന്നാണ് ഐതിഹ്യം. സംഘകാല കവിയായ നക്കീരരുടെ തിരുമുരുകാറ്റുപട പിറവിയെടുത്തതും തിരുപ്പുറം കുன்றത്തിൽ വെച്ചായിരുന്നു. തിരുമുരുകാറ്റുപടയിലാണ് നക്കീരർ തിരുപ്പുറം കുன்றത്തെ ആദ്യത്തെ പടവീടായി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തിരുമുരുകാറ്റുപടയെ അടിസ്ഥാനമാക്കിയാണ് തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമലൈ, തിരുത്തണി, പഴമുതിർച്ചോല എന്നീ ക്ഷേത്രങ്ങൾ യഥാക്രമം 2, 3, 4, 5, 6 എന്നീ പടവീടുകളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നക്കീരർ തിരുമുരുകാറ്റുപട രചിക്കാനുള്ള കാരണം ഇതാണ്. ഒരിക്കൽ പരമശിവനും നക്കീരരും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. വാഗ്വാദത്തിനൊടുവിൽ നക്കീരർക്ക് തന്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലായി. പരമ്പൊരുളായ ഭഗവാനോടാണല്ലോ താൻ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതെന്ന തിരിച്ചറിവ് നക്കീരരെ പശ്ചാത്താപത്തിലാഴ്ത്തി. തെറ്റിന് പ്രായശ്ചിത്തമായി നക്കീരർ തിരുപ്പുറം കുன்றம் മലയിൽ ഭഗവാനെ പൂജിച്ചു വന്നു. അതേസമയം അവിടെ കർക്കിമുഖി എന്നൊരു ഭൂതം വാണിരുന്നു. നക്കീരർ ധ്യാനത്തിലിരിക്കെ തിരുപ്പുറം കുன்றത്തിലെ തീർത്ഥമായ ശരവണപുകയിൽ നടന്ന ഒരു അസ്വാഭാവിക സംഭവത്താൽ ശിവപൂജയിൽ നിന്നും നക്കീരരുടെ ശ്രദ്ധ മാറി. ഈ സമയം നോക്കി കർക്കിമുഖി നക്കീരരെ തടവിലാക്കി. ആദ്യം തന്നെ 999 പേരെ കർക്കിമുഖി തടവിലാക്കിയിരുന്നു. 1000 പേർ തികയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഭക്ഷിക്കാനായിരുന്നു ഭൂതത്തിന്റെ പദ്ധതി. ഭയന്നു വിറച്ച നക്കീരർ മുരുകനെ സ്തുതിച്ച് തിരുമുരുകാറ്റുപടയെ ആലപിച്ചു. തന്നെയും കൂടെയുള്ള 999 പേരെയും രക്ഷിക്കണമെന്ന് മുരുകനോട് അപേക്ഷിച്ചു. മുരുകൻ ഉടൻ തന്നെ അവരുടെ രക്ഷയ്ക്കെത്തുകയും വേലിനാൽ കർക്കിമുഖിയെ സംഹാരം ചെയ്യുകയും ശാപമോക്ഷം നൽകുകയും ചെയ്തു. ഭൂതത്തിന്റെ പിടിയിൽ അകപ്പെട്ടതിനാൽ ശുദ്ധി വരുത്തുന്നതിനായി നക്കീരർക്ക് വേണ്ടി മുരുകൻ മലമുകളിൽ ഗംഗയ്ക്ക് സമാനമായി വേലിനാൽ ഒരു തീർത്ഥക്കുളം നിർമ്മിച്ചു. അത് കാശി തീർത്ഥം എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രം 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ പാണ്ഡ്യ രാജാക്കന്മാരാൽ നിർമ്മിതമായതാണ്. ഒരു വലിയ പാറ തുരന്നു നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം പാണ്ഡ്യ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണ്. പിന്നീട് ചോഴരും നായക രാജവംശങ്ങളുമെല്ലാം ഈ ക്ഷേത്രത്തിൽ ധാരാളം വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തന്നെയാണ്. ആഴത്തിലുള്ള ഭക്തിയോടൊപ്പം വാസ്തുവിദ്യാ ശൈലിയിലും ഗംഭീരമായ ഈ ക്ഷേത്രം ഭക്തരുടെയും ഗവേഷകരുടെയും മനസ്സിൽ പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ട്. രാജഗോപുരം നായക ഭരണകാലത്താണ് നിർമ്മിച്ചത്. ശില്പചാരുതയാർന്ന തൂണുകളോട് കൂടിയ ആസ്ഥാന മണ്ഡപം, കമ്പത്തടി മണ്ഡപം, മഹാമണ്ഡപം, അർത്ഥമണ്ഡപം എന്നിങ്ങനെ വിവിധ മണ്ഡപങ്ങൾ പല തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്നു. നിരവധി സന്നിധികൾ ഉൾപ്പെടെ പുരാണ കഥാ സന്ദർഭങ്ങളെല്ലാം കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ഈ ഗുഹാക്ഷേത്രം കല ആസ്വാദകർക്ക് ഒരു വിരുന്ന് തന്നെയാണ്. മറ്റ് ആറുപട ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുരുകൻ ഇവിടെ വിവാഹവേഷത്തിൽ ഉപവിഷ്ടനായാണ് കാണപ്പെടുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം നിൽക്കുന്ന രീതിയിലാണ് ദർശനം നൽകുന്നത്. മുരുകന്റെ ഒരു വശത്ത് ദേവസേനയെയും മറ്റൊരു വശത്ത് നാരദ മുനിയെയും കാണാം. മുരുകനോടൊപ്പം മൂലസ്ഥാനത്തിനടുത്തായി ശിവൻ, ദുർഗ, മഹാവിഷ്ണു, ഗണപതി എന്നിങ്ങനെ പഞ്ചദൈവങ്ങൾ ദർശനം നൽകുന്നത് ഒരു അപൂർവ കാഴ്ചയാണ്. ഇതൊരു ഗുഹാക്ഷേത്രം എന്നതിനാൽ ഇവിടെ മൂലസ്ഥാനത്തിനെ പ്രദക്ഷിണം വയ്ക്കുക സാധ്യമല്ല, മറിച്ച് മലയെ പ്രദക്ഷിണം ചെയ്യുകയേ സാധ്യമാകൂ. അതുപോലെ ഗർഭഗൃഹത്തിന് മല തന്നെയാണ് വിമാനം. ഇവിടെ മുരുകന് അഭിഷേകം നടത്താറില്ല, പകരം വേലിനാണ് അഭിഷേകം നടത്തുന്നത്. പുരട്ടാസി മാസത്തിലെ, അതായത് കന്നിമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച മലയ്ക്ക് മുകളിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വേൽ കൊണ്ടുപോയി അഭിഷേകം നടത്തും. ആറുപട വീടുകളിൽ വേലിന് അഭിഷേകം നടത്തുന്ന ഏക ക്ഷേത്രമാണിത്. ശൂരപത്മാസുരനെ വധിച്ച ശേഷം വിജയവേലോടെ മുരുകൻ ഇവിടെ വന്നതിനാലാണ് വേലിനിവിടെ പ്രാധാന്യം കൂടുതലുള്ളത്.
ഗർഭഗൃഹത്തിൽ മുരുകൻ ഉൾപ്പെടെയുള്ള പഞ്ചദൈവങ്ങളെയെല്ലാം മലയുടെ ചുവരിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. മുരുകനോടൊപ്പം ഗണപതിയെയും പാർവതി പരമേശ്വരന്മാരെയും മഹാവിഷ്ണുവിനെയും ഒരേ സ്ഥലത്ത് ദർശിക്കാനാകും എന്നതും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. മഹാവിഷ്ണുവിനെ ഇവിടെ പവളക്കനിവായ് പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ മൂർത്തികൾക്കും അഭിഷേകത്തിന് പകരം തൈലക്കാപ്പാണ് അണിയിക്കുന്നത്. ശൂരപത്മാസുരനെ വധിച്ച് വിജയശ്രീ ലാളിതനായി ഇവിടെ എത്തിയ മുരുകന് ദേവേന്ദ്രൻ ഇവിടെ വെച്ച് സ്വന്തം മകളായ ദേവസേനയെ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. ദേവസേനാധിപതിയായ മുരുകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ദേവീ ദേവന്മാരെല്ലാം സന്നിഹിതരായിരുന്നു അത്രേ. മുരുകൻ ദേവസേന വിവാഹം നടന്ന സ്ഥലമായതിനാൽ ഇവിടെ ധാരാളം വിവാഹങ്ങൾ നടത്താറുണ്ട്. ഇവിടെ വെച്ച് വിവാഹിതരായാൽ മുരുകന്റെ അനുഗ്രഹത്താൽ ദാമ്പത്യ വിജയവും ജീവിതാഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തിരുപ്പറംകുന്றம் ക്ഷേത്രത്തിൽ വിവാഹം നടത്തുന്നതിനായി ക്ഷേത്രം ഓഫീസിൽ നേരിട്ട് ചെന്ന് മുൻകൂറായി ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്കിംഗ് സ്വീകാര്യമല്ല. വധുവിന്റെയും വരന്റെയും ഒപ്പം രക്ഷിതാക്കളുടെയും ഐഡന്റിറ്റി പ്രൂഫുകൾ ഈ സമയം നിർബന്ധമാണ്. തിരുപ്പറംകുന്றம் പരിസരത്ത് ചില സമയങ്ങളിൽ വെള്ള മയിലുകളെ കാണാറുണ്ട്. ദേവന്മാർ മുരുകനെ ആരാധിക്കുന്നതിനായി വെള്ള മയിലുകളായി വരാറുണ്ടെന്നാണ് വിശ്വാസം. മാത്രവുമല്ല ഇവിടെ നിരവധി സന്യാസി വര്യന്മാർ തപസ്സനുഷ്ഠിച്ച സ്ഥലം കൂടിയാണ്. അതിനാൽ ദൈവങ്ങളുടെയും സന്യാസി വര്യന്മാരുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിതെന്നാണ് കരുതുന്നത്. ഈ ക്ഷേത്രത്തിൽ കൊടിമരത്തിന് സമീപമായി ശിവന്റെയും മുരുകന്റെയും ഗണപതിയുടെയും വാഹനങ്ങളായ നന്ദിയെയും മയിലിനെയും മൂഷികനെയും കാണാം. ഇവിടെ നവവീരന്മാർക്കും സന്നിധിയുണ്ട്. മുരുകസേനയിലെ പ്രധാനികളാണ് നവവീരന്മാർ. ശൂരപത്മാസുരനുമായുള്ള യുദ്ധത്തിൽ മുരുകസേനയുടെ നേതാവായ വീരബാഹു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. തിരുപ്പറംകുന്றம் മലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി മധുരൈ സുൽത്താനേറ്റിലെ അവസാനത്തെ ഭരണാധികാരിയായ സിക്കന്ദർ ഷായുടെ സ്മരണാർത്ഥം ഒരു ദർഗ നിർമ്മിച്ചിട്ടുണ്ട്. പൗർണമി ദിവസങ്ങളിൽ ഭക്തർ തിരുപ്പറംകുന്றம் മലയെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. തിരുപ്പറംകുന്றம் മലയെ പ്രദക്ഷിണം ചെയ്യുന്നതിന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ടാകും. ഗിരിപ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരവണപ്പൊയ്ക, ലക്ഷ്മി തീർത്ഥം ഉൾപ്പെടെയുള്ള തീർത്ഥങ്ങളെയും ആദി സ്വക്കനാഥ ക്ഷേത്രം, ജൈനമതസ്ഥർ ജീവിച്ചിരുന്ന ഗുഹകൾ, സപ്തകന്യകകളുടെ പ്രതിഷ്ഠ എന്നിവയൊക്കെ കാണാം. ജൈനമത സന്യാസിമാരുടെ രൂപങ്ങൾ ഇവിടെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. വൈകാശി വിശാഖം, ആടിപ്പൂരം, പങ്കുനി ഉത്രം, തൈപ്പൂയം, മുരുകൻ ദേവസേന വിവാഹം, സൂരസംഹാരം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളാണ്. ഈ ക്ഷേത്രം മധുരൈ നഗരത്തിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. തിരുപ്പറംകുന്றம் സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.